ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരു ആലോചന കൈമാറുകയാണ്. ഈ ആണ്ട് തീരും മുമ്പേ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വ്യത്യസ്ത അനുഭവങ്ങളിൽ ശുശ്രൂഷയിൽ ദൈവാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കണം. നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, ശ്രദ്ധയോട് ദൈവത്തെ അന്വേഷിച്ച് സർവശക്തനോട് നീ അപേക്ഷിച്ചാൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിർമ്മലനും നേരുള്ളമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്ന് വരും. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതൽ, ദൈവസന്നിധി നിങ്ങളുടെ സപ്ലിക്കേഷൻ, നിങ്ങളുടെ ഭാരങ്ങൾ, വേദനകൾ ദൈവസന്നിധിയെ കേൾപ്പിക്കുന്ന, അവനോട് അപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിങ്ങൾക്കായി ഉണർന്ന് വരും. എവേക്ക്, ഹല്ലേലൂയ. അതായത് കഴിഞ്ഞ നാളുകളിൽ ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ, ചില വിഷയങ്ങൾ ആലയത്തിൽ ഹന്ന വന്ന് ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നീറുന്ന, വേദനപ്പെടുന്ന, ഒറ്റപ്പെടുന്ന ചില പരാജയങ്ങളുടെ അനുഭവങ്ങൾ, അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ചില അനുഭവങ്ങൾ, ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്ന പോലെ എങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കണം, തിരിയണം എന്ന് അറിയാതെ ഭാരപ്പെടുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാണ്. ദൈവം നിങ്ങൾക്കായി ഉണർന്നു വരികയാണ്. കാരണം ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ ദിവസവും എഴുന്നേറ്റ് ഒത്തിരി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം എന്താ? നിങ്ങൾ എഴുന്നേറ്റപ്പോൾ ചില വർക്കുകൾ നടന്നു എന്ന് പറയുന്ന പോലെ സർവശക്തനായ നമ്മുടെ മഹാദൈവം നിങ്ങൾക്കായി അനുകൂലമായി തിരിയുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ ചില പ്രത്യേക വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ഈ ആണ്ട് തീരും മുമ്പേ ചിലർക്ക് വേണ്ടി, ചില വിഷയത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ദൈവം എഴുന്നേൽക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നിനക്കായി ഉണർന്ന് വരും, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. ചിലതൊക്കെ റീസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ചില പ്രോസ്പർ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. റീസ്റ്റോർ ചെയ്യുന്നു. എവിടെയൊക്കെ ചെതറിപ്പോയോ വീണ്ടും ദൈവം കൂട്ടിച്ചേർക്കും. നിങ്ങളുടെ ചില കുടുംബങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, ചിലതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ പറയുന്നു, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. ചില സ്ഥാനം തെറ്റിക്കിടക്കുന്ന ചില ജീവിതങ്ങളെ ദൈവാത്മാവ് യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിനായി, തലമുറയ്ക്കായി, പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ഭാവി മണ്ഡലത്തിന് മേൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് 7-ാമത്തെ വചനം പറയുന്നു, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തതായിരിക്കും. ഇപ്പോൾ ലിറ്റിലാണ്, സ്മാൾ ആണ്, പക്ഷെ വരാൻ പോകുന്നത് ലേറ്റർ ഇൻക്രീസ് ആയിരിക്കും, അതിമഹത്തായിരിക്കും. ഇൻക്രീസ് ഗ്രേറ്റ്ലി, will increase greatly. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരു വലിയ അബണ്ടൻസ്